സാദിഖലി തങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ലീഗിന്റെ മന്ത്രിമാര് വൈകുന്നേരമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചൂടെ ഞങ്ങളെയല്ലേ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലീഗ് മന്ത്രിമാരെ വൈകിട്ട് പ്രഖ്യാപിക്കും. എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ്, അതായത് UDFന്റെ എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ് ലീഗിന്റെ മന്ത്രിമാർ ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. മന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം ഒരുമിച്ചാകും ഉണ്ടാവുക. അതായത് UDFന്റെ മറ്റു മന്ത്രിമാരെ അടക്കം ഒരുമിച്ചാണ് മന്ത്രിമാരുടെ പ്രഖ്യാപനം ഉണ്ടാവുക. അതായത് ലിസ്റ്റ് ഗവർണർക്ക് കൊടുക്കാനായി പോകുന്നതിന് മുമ്പ് നമുക്ക് മന്ത്രിമാരെ അറിയാം, അല്ലെങ്കിൽ ലിസ്റ്റ് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് മന്ത്രിമാരെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഷഹീദെ, പെട്ടെന്ന് ലീഗിനെ സംബന്ധിച്ച് ഈ തീരുമാനം എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞ ഒരു തീരുമാനമല്ല. ഇതിൽ കാണേണ്ട ഒരു കാര്യം, PK കുഞ്ഞാലിക്കുട്ടി ഒഴിച്ച് ബാക്കി 4 പേരും പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ്. ആദ്യമായി നിയമസഭയിൽ എത്തുന്ന V. അബ്ദുൽ ഗഫൂറും മന്ത്രിയായിട്ടുണ്ട്. ബാക്കി 4 പേരും, ബാക്കി കുഞ്ഞാലിക്കുട്ടി ഒഴികെ 4 പേരും പുതുതായി മന്ത്രിമാരാവുന്ന ആളുകളാണ്. അഭിലാഷ്, ഇതിൽ ലീഗിൽ ഏറ്റവും പ്രധാനമായും വന്നൊരു കാര്യം, കളമശ്ശേരിയിൽ അത് ജയിച്ച അബ്ദുൽ ഗഫൂറിനെ മന്ത്രിസ്ഥാനം നൽകണമെന്ന് പാണക്കാട് കുടുംബം തങ്ങൾ, പ്രത്യേകിച്ച് റഷീദ് അലി തങ്ങൾ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നു. പാണക്കാട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആവശ്യം വരുന്നു. അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും? അത് അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ചും ജില്ലാ പ്രാതിനിധ്യം, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നു പ്രാദേശിക ജില്ലാ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു പോയിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ, പ്രത്യേകിച്ചും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലക്ക് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം അത്യാവശ്യമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. കോഴിക്കോട് മുൻകാലങ്ങളിൽ ലീഗ് ഒരു സമയത്ത് കോഴിക്കോട് മന്ത്രിയായിരുന്നു, MK മുനീർ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അങ്ങനെ മന്ത്രിസ്ഥാനം കോഴിക്കോടിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് വലിയ വിജയം നേടിയ മത്സരിച്ച എല്ലാ സീറ്റിലും ജയിച്ച ഒരു സ്ഥലത്ത് ജില്ലയിൽ മന്ത്രിസ്ഥാനം ഇല്ല എന്നുള്ളൊരു ചോദ്യം, ഒപ്പം തന്നെ UDFന്റെ വിജയത്തിന് വലിയ പങ്കുവഹിച്ച ലീഗിന് മന്ത്രിസ്ഥാനം ഇല്ല എന്നൊരു ചോദ്യമുണ്ട്. അത് നിൽക്കുന്നു. ഒപ്പം തന്നെ കാസർഗോഡിനും മഞ്ചേശ്വരത്ത് ജയിച്ച AK അഷ്റഫിനെ മന്ത്രിയാക്കണമെന്ന വലിയ ആവശ്യം, പ്രത്യേകിച്ചും കാസർഗോഡ് ഉത്തര മലബാറിന് അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അബ്ദുള്ള ആണ് അവസാനമായി മന്ത്രിയായത്. CT അബ്ദുള്ളയാണ് മന്ത്രിയായത്. ചെറുക്കുളത്തിന് ശേഷം CT അബ്ദുള്ള മന്ത്രി, അതിനുശേഷം അവിടെ മന്ത്രിസ്ഥാനം ലീഗിൽ അല്ലെങ്കിൽ UDFിൽ ലഭിച്ചിട്ടില്ല. അവിടെ വലിയ വിജയം നേടി, BJPക്കെതിരെ വലിയ വിജയം നേടി AK അഷ്റഫ് വരുന്നു. അവിടെ പിന്നോക്കമായി നിൽക്കുന്ന കാസർഗോഡിന് ഒരു പ്രതിനിധി വേണം. ആ തരത്തിലുള്ള ആവശ്യവും നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ 2 ജില്ലയ്ക്കും പ്രതിനിധി മന്ത്രിയായ സ്ഥാനം വേണമെന്ന് നിൽക്കുകയാണ്. ഒരു MLA മാത്രമുള്ള കളമശ്ശേരിയിൽ എറണാകുളത്തിന് പ്രാതിനിധ്യം അബ്ദുൽ ഗഫൂറിൽ വരുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമായി ലീഗിൽ വന്നു. അപ്പോഴാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ PK ബഷീറിനെയോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഷാജി ഉൾപ്പെടെയുള്ള പേര് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രാതിനിധ്യം നൽകുക എന്നുള്ള ചർച്ച വന്നത്. പക്ഷേ അപ്പോഴേക്കും ഷാജിയെ വെട്ടാൻ കഴിയില്ല എന്ന് ലീഗ് നേതാക്കൾ തന്നെ, ഈ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങൾ തന്നെ ഉറച്ച നിലപാടെടുത്തു. കാരണം ഷാജിയെ വേങ്ങരയിലേക്ക് മത്സരിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉറപ്പുകൾ നൽകിയിരുന്നു. അത് മാത്രമല്ല, ഷാജി പ്രത്യേകിച്ചും ലീഗിലെ ഈ ബലാബലത്തിൽ ഷാജിയെ വെട്ടിമാറ്റുന്നത് വലിയ പ്രശ്നമായും പിന്നീട് അത് മാറുകയും ചെയ്തു. അതുകൊണ്ട് ഷാജിയെ വെട്ടിമാറ്റുന്ന സാഹചര്യമില്ല. ഷംസുദ്ദീനും സമാനമായ രീതിയിൽ തന്നെ 4ാം തവണ ജയിച്ചു വരുന്ന ഷംസുദ്ദീനും തുടക്കം മുതൽ തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്നു. അങ്ങനെയാണ് പിന്നെ PK ബഷീറിലേക്ക് എത്തിയത്, PK ബഷീറിനെ മാറ്റി നിർത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ PK ബഷീറിൻ്റെ ഭാഗത്തുനിന്നും അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഘട്ടം വരെ, ഇന്ന് രാവിലെ വരെ ഒരു ഘട്ടത്തിൽ PK ബഷീറിനെ മാറ്റി നിർത്തി പാറക്കൽ അബ്ദുള്ള, അതായത് കോഴിക്കോടിന് പ്രാതിനിധ്യം നൽകുക എന്ന പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാറക്കലിന് മന്ത്രിസ്ഥാനം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു സീരിയസ് ആയ ആലോചനയിലേക്ക് ലീഗ് പോയിരുന്നു. പക്ഷേ PK ബഷീർ MLA ഒരു കാരണവശാലും വിട്ടു നൽകില്ല, മന്ത്രിസ്ഥാനം ലഭിച്ചേ തീരൂ എന്നൊരു നിലപാടിലേക്ക് പോന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അണികൾ മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ വികാരപ്രകടനങ്ങൾ നടത്താൻ തുടങ്ങി. ആ തരത്തിലുള്ള ഇടപെടലുകൾ ബഷീറിന് വേണ്ടി ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഷീറിനെയും മന്ത്രിസ്ഥാനം നൽകാതിരുന്നാൽ അത് പ്രശ്നങ്ങളിലേക്ക് സങ്കീർണമായ സാഹചര്യത്തിൽ ലീഗ് ആ നിലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു.